ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ നല്ല കിഡിലൻ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീരാനെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് നമ്മുടെ ശ്രുതി കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നാൽ ശ്രുതി ഇറങ്ങിയ ആ നിമിഷം തന്നെ സച്ചിയും രേവതിയും തിരികെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് നമ്മുടെ ശ്രുതി അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര സന്തോഷത്തില് മീരയെ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വീണ്ടും വീട്ടുകാരെ പൊട്ടന്മാരാക്കിയ ആ സന്തോഷത്തിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്നാൽ അതേസമയം മണ്ഡപത്തില് ബീരാനെ കൈയോടെ പൊക്കിയിട്ടുണ്ടായിരുന്നു സച്ചിയും രേവതിയും. ബീരാന്റെ ഇളയച്ചൻ ക്യാരക്ടറിന് പ്രത്യേക ഒരു അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ നിന്നും ബീരാനെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഭയങ്കര പാചകത്തിലാണ്, പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്, മറ്റുള്ളവരെ മണ്ടന്മാരാക്കിയിട്ട് താൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തില്. എന്നാൽ പാവം ശ്രുതി അറിയുന്നില്ലല്ലോ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ശ്രുതിയെ പിച്ച് കീറാനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള സത്യം. സച്ചി രേവതിയും കയറി വരുമ്പോഴേക്കും നമ്മുടെ രവിയും അതുപോലെ തന്നെ ചന്ദ്രയും വീട്ടില് തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന ഉടനെ തന്നെ സച്ചി ശ്രുതി എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. പൗഡറെടുത്ത് ശ്രുതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചിട്ട് രണ്ടുപേരെയും വരുത്തുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ വേറെ എന്തിനെങ്കിലും വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാഷ്വൽ ആയിട്ട് ഇങ്ങനെ നടന്നു വരുവാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തില്. അങ്ങനെ ശ്രുതിയും അതുപോലെ ശ്രുതിയും അരികിലേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ പതിവ് പോലെ തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ശ്രീകാന്തിനെയും വർഷയും കൂടി ചേർത്തിട്ട് വിളിക്കുന്ന സമയത്താണ് രേവതി പറയുന്നത് അവർ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ, റിസോർട്ടിൽ പോയിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അതേസമയം നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി ഇവർ വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. പയ്യനും അതുപോലെ പയ്യന്റെ വീട്ടുകാരൊക്കെ നല്ലവരാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി സാമ്പത്തികമുള്ള ഒരാളെ കല്യാണം കഴിക്കായിരുന്നു അവൾക്ക് എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്രമതിയുടെ ഉദ്ദേശം പണമാണല്ലോ. അതുകൊണ്ട് ചന്ദ്ര ആ ഒരു ആംഗിളിലൂടെ മാത്രമേ എല്ലാരെയും നോക്കിക്കാണുള്ളൂ. എന്നാൽ രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രേ, പണം എന്നത് ഇന്ന് വരും നാളെ പോകും, പക്ഷെ നല്ല മനസ്സും സ്നേഹവും അത് എന്നും നിലനിൽക്കും. അല്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇത് സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല. നമ്മുടെ വീട്ടിലത്തെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. വർഷ നല്ല പണക്കാര വീട്ടിലെ പെണ്ണ്. പിന്നെ ശ്രുതിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. അവളാണെങ്കിൽ മലേഷ്യയില് കോടീശ്വരിയാണ്. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന രേവതി മാത്രമല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ത്തി കെട്ടി സംസാരിക്കുന്നുണ്ട്. ചന്ദ്രൻ, നിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് 3 മരുമക്കളെയും ഒരേപോലെ കാണണമെന്ന്. പക്ഷെ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയ്ക്കാണ് സച്ചിയും രേവതിയും കൂടി വന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ ശ്രുതിയും അതുപോലെ ശ്രുതിയും അരികിലേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ മലേഷ്യക്കാരൻ ഇളയച്ചിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സച്ചി നേരിട്ട് പറയുന്നില്ല, ചെറിയൊരു കഥ പോലെയൊക്കെ പറയുവാണ്. ഇളയച്ചിനെ പോലത്തെ ഒരാളെ ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് കണ്ടു. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് ഓർത്തത്. നിന്റെ ഇളയച്ചൻ ഇപ്പോ എവിടെയുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇളയച്ചൻ ഇപ്പോ എവിടെയുള്ളതെന്നൊന്നും അറിയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇളയച്ചനൊന്ന് വിളിച്ചു നോക്കാം എന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയെ കളിയാക്കുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് പറയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വിളിക്കുകയെന്ന് സച്ചി പറയുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് മീരയെ വിളിക്കുന്നത് പോലെ കാണിക്കുകയും, ഇളയച്ചനിപ്പോ എവിടെയുള്ളത്? ഞാൻ ചുമ്മാ വിളിച്ചതായിരുന്നു, ഇളയച്ചന് സുഖമല്ലേ? ഇളയച്ചനിപ്പോ എവിടെയുള്ളത്? മുംബൈയിലോ? ഓ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഇളയച്ചനാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുവാണേ. അപ്പൊ ഇളയച്ചന്റെ അടുത്ത് സംസാരിക്കാന്നാണല്ലോ ശ്രുതി പറഞ്ഞത്. പക്ഷെ ഇളയച്ചന്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും എന്തൊക്കെയോ ഒരു ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടേ. ഇളയച്ചനെ കണ്ടിട്ട് ശ്രുതി ഫോണിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ കട്ടായിട്ടൊക്കെ പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതി ഇളയച്ചന് ഭയങ്കര ഗംഭീര സ്വീകരണമാണ് കേട്ടോ നൽകുന്നത്. അയ്യോ, ഇതാരാ ഇത്? ശ്രുതിയുടെ ഇളയച്ചനോ? ഇളയച്ചൻ കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ഒക്കെ വിളിച്ചിങ്ങനെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. ബീരാനാണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങി നിൽക്കുവാണ്. ഇളയച്ച അവര് വിളിച്ചത് കേട്ടില്ലേ, ചെന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും ഇളയച്ചിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും ശ്രുതിയും എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത്. ഇളയച്ചൻ എന്താ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അല്ല, ഇളയച്ചൻ കഴിഞ്ഞ തവണ വന്നപ്പോ പറഞ്ഞത് മലേഷ്യയിലേക്ക് പോവാണെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ? എപ്പോഴാണ് മലേഷ്യ എന്ന് തിരിച്ചു വന്നത്? ചന്ദ്രമതി ചോദിക്കുന്നതിനൊന്നും ബീരാൻ ഒരു മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അതേസമയം ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അല്ല ഇളയച്ച, ശ്രുതി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനും ശ്രുതിയുടെ അടുത്ത് സൂചിപ്പിച്ചായിരുന്നു ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അങ്കിളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം മേടിക്കാന്ന് ഞങ്ങള് ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് ശ്രുതി ഇളയച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ പണം തരാൻ വേണ്ടിയിട്ടാണോ ഈ സർപ്രൈസ് വിസിറ്റ് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ശ്രുതി. നിനക്കറിയായിരുന്നോ അങ്കിള് വരുന്ന കാര്യത്തെ കുറിച്ചും ചോദിക്കുമ്പോ ഇല്ല എനിക്കറിയില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ ഉരുണ്ട് കളിച്ച് പറയുന്നുണ്ട്. ഓ, നിന്റെ അടുത്ത് പോലും പറയാതെയാണോ കയറി വന്നത്? അങ്ങനെ അതിനും ബീരാനൊന്നും മറുപടിയൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഇങ്ങനെ മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ.
ഇളയിച്ച നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ ഇപ്പോ ഞങ്ങളെല്ലാവരും അവരുടെ സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മലേഷ്യ പോയിട്ടുണ്ടായിരുന്നോ? മലേഷ്യയിലെ കേസൊക്കെ എന്തായി? ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ ശ്രുതിക്ക് തന്നെ വന്നു ചേരുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. ഇതെല്ലാം കേട്ട് ബീരാനാണെങ്കിൽ ബബ്ബ അടിക്കാന്നല്ലാതെ ബീരാന് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ബീരാൻ ബബ്ബ അടിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബീരാനെ വായന്ന് അബദ്ധമൊന്നും വീഴരുതെന്ന് വിചാരിച്ചുകൊണ്ട് അയ്യോ അങ്കിൾ എന്താ പെട്ടെന്ന് വന്നത്, അങ്കിളിന് എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണേ. അതെ, പൗഡർ എടുത്ത് ഞാനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തെ കണ്ടപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഒരിക്കലും നമ്മുടെ ശ്രുതി പ്രതീക്ഷിക്കുന്നില്ലല്ലോ കല്യാണ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ബീരാനെ കണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച്. കാരണം ശ്രുതി പോരുന്നതിന് മുമ്പ് തന്നെ സച്ചിയും രേവതിയും അവിടുന്ന് ഓൾറെഡി പോന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും തിരികെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ലല്ലോ. പക്ഷെ അശോകൻ വിളിച്ചിട്ടാണ് സച്ചിൻ രേവതിയും തിരികെ പോയെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബീരാനെ ചിലപ്പം വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ശ്രുതി വിചാരിക്കുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ടല്ലല്ലോ കണ്ടിരിക്കുന്നത്, കല്യാണ വീട്ടിൽ വെച്ചിട്ടാണല്ലോ. അതിനെക്കുറിച്ച് ശ്രുതിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും പിടി കൊടുക്കരുത് ആർക്കും. സച്ചി പറയുന്ന കാര്യങ്ങൾ വിശ്വാസം തോന്നരുതെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ശ്രുതി കുറെ പ്ലാനൊക്കെ ഇറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇളയച്ചൻ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യ വർക്കിന് വേണ്ടിയിട്ട് വന്നതായിരിക്കും അല്ലേ? എന്നാ ഇളയച്ചൻ വന്നത് ഇവിടെ എവിടെയാ ഹോട്ടലിൽ റൂം എടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സച്ചിക്ക് നല്ല രസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. സച്ചി ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, പൗഡർ എടുത്തി നീ ഇങ്ങനെ ഇളയച്ചൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇദ്ദേഹം ശരിക്കും ആരുടെ ഇളയച്ചനാണെന്ന് ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോഴേക്കും നീ എന്ത് വർത്താനാടാ പറയുന്നത്, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തോ പ്രശ്നമുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുവാണ്. അതെ ആന്റി, വെറുതെ സച്ചി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്. അതൊന്നും പറഞ്ഞു ഞാൻ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിള് വാ അങ്കിൾ, നമുക്ക് പുറത്തു പോയിട്ട് അങ്കിള് ഹോട്ടലിലായിരിക്കുമല്ലോ റൂം എടുത്തിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൂട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ രേവതി ആണെങ്കിൽ തടഞ്ഞു നിർത്തുവാണ്. ശ്രുതി, ഇനിയും നീ കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കുന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ പറയുന്നതെന്നുള്ള കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് രവീന്ദ്രൻ പറയുന്ന സമയത്ത് നമ്മുടെ രേവതി ഉണ്ടല്ലോ, രേവതി ഇങ്ങനെ പറയുവാണ്, അച്ഛാ ഇയാളുണ്ടല്ലോ ശ്രുതിയുടെ ഇളയച്ചനല്ല, നമ്മുടെ അശോകനങ്ങള് മോളില്ലേ മാളുവിനെ കല്യാണം കഴിച്ച ഫെബിന്റെ അമ്മാവനാണ് ഇത് കേട്ട രവീന്ദ്രനാണെങ്കിൽ ഇവർ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല കേട്ടോ. രവീന്ദ്രൻ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ശ്രുതിയുടെ ഇളയച്ചനും അതുപോലെ ഫെബിന്റെതും അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ബന്ധുക്കളാണോ എന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അച്ഛൻ എന്തൊരു പൊട്ടനാണ് അച്ഛാ, അച്ഛനല്ലെങ്കിലും നല്ല രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ അച്ഛാ ഇവള് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയത്. എന്തൊക്കെ രവേട്ട ഇവൻ പറയുന്നത്? ഒരു പക്ഷേ ശ്രുതിയുടെ ഇളയച്ചൻ അവരുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ് വല്ലതും ആയിരിക്കും. അമ്മ അങ്ങനെ വരാനൊന്നും സാധ്യതയില്ല. കാരണം ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുന്നത് മലേഷ്യക്കാരനാണ്, വലിയ ബിസിനസ്മാൻ ആണ്. അയാൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ശ്രുതിയുടെ ഇളയച്ചൻ എവിടെ കിടക്കുന്നു, നമ്മുടെ അശോകനങ്ങൾ എവിടെ കിടക്കുന്നു? അത് ശരി തന്നെയാണെന്ന് നമ്മുടെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട്. അതെ, നീ പറഞ്ഞില്ലേ ഇദ്ദേഹം ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ആണെന്ന്, അത് ശരി തന്നെയാണ്. ഇയാൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ചെയ്യുന്നത് കറിക്കടയിൽ നിന്നുകൊണ്ട് കൊത്തിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കാനുണ്ട് എല്ലാവർക്കും. സച്ചിയാണെങ്കിൽ സത്യങ്ങളങ്ങ് നല്ല രീതിയിൽ പറയുന്നുമില്ല. ശ്രുതിയുടെ ഇളയച്ചനാന്ന് പറയുന്നു, ഫെബിന്റെ മാമനാണെന്ന് പറയുന്നു. ഇതിപ്പോ എന്താണെന്നുള്ള കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്താണ് ഇയാള് മലേഷ്യയിലും പോയിട്ടില്ല, ഇയാൾക്ക് പാസ്പോർട്ടും ഇല്ല. അത് മാത്രമല്ല ഇയാളുടെ ജോലി ഇറച്ചി വെട്ടുകാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ അന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി മേടിച്ച ആ കഥയെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് അച്ഛൻ ഞങ്ങൾ അന്ന് ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ആ കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതേ അച്ഛാ, ഇത് ശ്രുതിയുടെ ഇളയച്ചനൊന്നല്ല, ഇദ്ദേഹം ഒരു നാടക നടനാണ്. ഇനിയെങ്കിലും ഇളയച്ച നിങ്ങളുടെ തിരുവായി ഒന്ന് തുറക്കോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. അത് കേട്ട് അത്രയും നേരം മിണ്ടാതെ നിൽക്കുവാണല്ലോ ബീരാനാണെങ്കിൽ കണ്ണും കോപ്രായൊക്കെ കാണിച്ചിട്ട് ശ്രുതിയാണെങ്കിൽ സത്യങ്ങൾ പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രവീന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല, ഞാനും ശ്രുതിയുമായിട്ട് ഒരു ബന്ധവുമില്ല, അവള് എന്റെ ഏട്ടന്റെ മകളും അല്ല എന്നതിന് ശേഷം ആദ്യമായിട്ട് ഇറച്ചിക്കടയിൽ വന്നിട്ട് അന്ന് ബീരാന്റെ അടുത്ത് വന്ന് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തെക്കുറിച്ചും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് മേടിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതിയും അതുപോലെ മീരയും കൂടി ചേർന്നിട്ട് അന്ന് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. മീരയെ എനിക്ക് മുമ്പേ അറിയാമെന്ന്.
അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഞാനും അവർക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചതാണ്. പക്ഷെ പോകെ പോകെയാണ് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ മുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ നിർബന്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഒരിക്കലും ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പണമോ മറ്റോ ഒന്നും മേടിച്ചിട്ടല്ല. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, അവളുടെ ജീവിതം തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് അവൾ സൂയിസൈഡ് വരെ ചെയ്യുന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നത്, അപ്പോ ഇവളുടെ അച്ഛൻ അന്ന് മരിച്ചുപോയി, ജയിലിലാണ്, ഇതൊക്കെ പറഞ്ഞതോ? ഇതെല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ് താൻ പറഞ്ഞെന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അതോടുകൂടിയിട്ട് ശ്രുതിയാണെങ്കിൽ അങ്ങ് തകർന്നടിയാണ് കേട്ടോ. ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളാണെന്നുള്ള കാര്യം വ്യക്തമായല്ലോ ആ ഒരു ഒറ്റ മറുപടിയിലൂടെ. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നത്, അപ്പൊ ശ്രുതി പണക്കാരിയല്ലേ, മലേഷ്യക്കാരിയല്ലേ, ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ ബിസിനസ്മാൻ അല്ലേ എന്നൊക്കെയാണ് കേട്ടോ. പണക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ശ്രുതിയെ കെട്ടിയത്. അമ്മയും മോനും ആ ഒരു ആംഗിളിലൂടെ മാത്രമാണ് കേട്ടോ കാര്യങ്ങൾ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവളുടെ അച്ഛൻ ആരാണെന്നോ ഇവളുടെ അച്ഛന്റെ കഥകൾ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇവര് പറഞ്ഞത് പ്രകാരം ഞാൻ അഭിനയിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്, നിങ്ങളെ പോലത്തെ ആൾക്കാരെ പറ്റിക്കുന്നല്ലോ എന്നൊരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും പറയണേ. അച്ഛ, അങ്ങനെ ഇയാളെ വെറുതെ വിട്ട് കളയാൻ വേണ്ടി പറ്റില്ല. ഇയാൾ നമ്മുടെ കുടുംബത്തെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇയാളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിന്റെ ഭാര്യയായിരിക്കും. എന്താണ് അത് വേണോന്ന് ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് ശ്രുതിക്ക് അരികിലേക്കാണ് നമ്മുടെ ബീരാൻ ചെല്ലുന്നത്. എന്നിട്ട് ബീരാൻ പറയുന്നുണ്ട്, ശ്രുതി, ഞാന് ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്നതിന് ശേഷം ശ്രുതിക്ക് അരികിലേക്കാണ് ചെല്ലുന്നത്. ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയാണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിലനിൽക്കില്ല. സത്യം തുറന്നു പറയുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. ഈ കള്ളം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്നീ കള്ളങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള ഭയന്നിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ അതിനും ഒരു അവസാനമായല്ലോ. ഇനിയെങ്കിലും നീ സത്യസന്ധയായിട്ട് ജീവിക്കേ. നീ കാരണം ഞാനും ഇപ്പൊ കുരുക്കിൽപ്പെട്ട അവസ്ഥയാണ്. നിന്റെ കൂടെ അഭിനയിക്കാൻ വന്നതിന് ശേഷം ഓരോ ദിവസവും ഞാനും നേറിയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പൊ സത്യങ്ങളെല്ലാം പുറത്തു വന്ന് ഇവരെന്റെ സത്യസന്ധത മനസ്സിലാക്കിയോട് കൂടിയിട്ട് എനിക്കും ചെറിയൊരു ആശ്വാസമായി. ഇനി എന്തായാലും ശ്രുതി, നിന്റെ മുമ്പിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. നീ ഇനിയെങ്കിലും സത്യസന്ധയായിട്ട് ഈ കുടുംബത്തിലെ നല്ലൊരു മരുമകളായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. വീണ്ടും എല്ലാവരോടും ക്ഷമയൊക്കെ പറഞ്ഞതിന് ശേഷം ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ കാലി തുള്ളി നിൽക്കുകയാണ്. ചന്ദ്ര മാത്രമല്ല കേട്ടോ, രവിയും അത്യാവശ്യം നല്ല കലിപ്പ് തന്നെയാണ് കേട്ടോ ഉള്ളത്. സാധാരണ രവി എന്ത് പ്രശ്നം ഉണ്ടായാലും ഭയങ്കര ശാന്തമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഭയങ്കര കലിപ്പിനാണുള്ളത്. ബീരാൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് അപ്പോഴേ മലേഷ്യ ഇളയച്ചന്റെ ഒരു പേരിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവളുടെ ഇളയച്ചനല്ല എന്നുള്ള കാര്യം. പക്ഷെ അന്ന് എനിക്കത് പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് എന്തായാലും സത്യങ്ങളെല്ലാം പുറത്തു വന്നല്ലോ. അത് കഴിഞ്ഞ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് എന്തിനാണ് ശ്രുതി ഇത്രയും കള്ളങ്ങൾ ഇങ്ങനെ അടുക്കി പറഞ്ഞെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് രേവതി ചോദിക്കുന്നതോട് കൂടിയിട്ട് രവിയുടെ അങ്ങ് കാലിപ്പങ്ങ് കൂടുകയാണ് കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിക്കുകയാണ് കേട്ടോ. ശ്രുതി പേടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സത്യം പറ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത്? നിനക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് കോമാളിയെ പോലെയാണോ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചെയ്യോ? എന്തിനാണ് ഇങ്ങനെ നുണയൊക്കെ പറഞ്ഞത്? എന്തിനാ ഇങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുമ്പോ ഒരു അക്ഷരം വേണ്ടി പോകരുത്. നീ നല്ലൊരു പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇവനെ കബളിപ്പിച്ചിട്ട് ആ പെണ്ണ് തിരികെ പണം തന്നത് നിന്റെ അച്ഛൻ പണം തന്നതാണെന്ന് പറഞ്ഞിട്ട് നീ ബിസിനസ് ആരംഭിച്ചു. അന്നേ ഞാൻ നിന്റെ അടുത്ത് വാൺ ചെയ്തതാണ്, ഇനി മേലാല് കള്ളങ്ങൾ പറയരുത് എന്നും ഈ കുടുംബത്തിന് ഒത്ത മരുമകളായിട്ട് നടക്കണോ എന്നോ. എന്നിട്ട് നീ അങ്ങനെ ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണെന്നാണ്. എന്നാ തെറ്റുകളുടെ കൂമ്പാരാണല്ലോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രുതി. അത് അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബബ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടിൽ തന്നെയാണ് കേട്ടോ രവിയും സംസാരിക്കുന്നത്. രവി ഇങ്ങനെ ചൂടാകുന്ന സമയത്തും ചന്ദ്ര ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുവാണ് കേട്ടോ. ചന്ദ്ര അങ്ങ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ചന്ദ്രമതി അങ്ങ് തോട്ടങ്ങും പൂരം. അതിനു മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് മുമ്പേ അറിയായിരുന്നോടാ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് രവി സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലച്ച, എനിക്കൊന്നും അറിയില്ല. നീ എന്തൊരു മണ്ടനാടാ, സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് നീയൊക്കെ എന്തിനാണ് ബുദ്ധിമാനാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? നീയൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 ഡിഗ്രിയുടെ ബോർഡൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിട്ട് ഇതാ ഇവളുടെ പേര് വെക്ക്. കാരണം ഇവിടെ എല്ലാവരെക്കാളും കൂടുതൽ ബുദ്ധി ഇതാ ഈ നിൽക്കുന്ന ഇവൾക്കാണെന്നൊക്കെ രവി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ അരിച്ചു കയറിയിട്ട് ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ് കേട്ടോ.
പിന്നെ ഒരു പൂര വെട്ടിക്കെട്ട് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ചന്ദ്രമതി അടിക്കുന്നു. കാരണം ചന്ദ്രമതി കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണല്ലോ. ഈ നാട്ടിലുള്ള എല്ലാവരടുത്തും നിന്നെ പോലൊരു മരുമകളെ എനിക്ക് കിട്ടില്ല എന്നും കുറച്ചു മുമ്പ് കൂടി ഞാന് നിന്നെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വരെ പറഞ്ഞതാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടിയുടെ പൂരാണ് കേട്ടോ നടക്കുന്നത്. നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്നെ തന്നെ നീ ചെരിപ്പാല അടിച്ചല്ലോടി. നിന്നെ ഒന്നും വിശ്വസിച്ചിട്ട് കൂടെ കിടക്കാൻ വേണ്ടി പറ്റില്ല. നീ വേണമെന്നുണ്ടെങ്കിൽ കല്ല് തലക്കിട്ടിട്ട് ആളെ കൊല്ലാനും മടിക്കില്ലടി എന്നൊക്കെ പറയുന്നുണ്ടേ ചന്ദ്ര. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എപ്പിസോഡിൽ ഇന്നലത്തേതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്